കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓൽക്ക് ഓട്ടോറിക്ഷ വേണം. ജൂൺ മാസം സ്കൂൾ തുറന്നെന്ന് പ്രവേശനോത്സവല്ലേ, അപ്പൊ അതിന് മാത്രം കുട്ടികളെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വന്നു. ഇവിടുന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണം തന്നെ 160 രൂപ ഡെയിലി ഓട്ടോക്കൂലി മുടക്കണം. ഞങ്ങളെ ആവശ്യം ഒരു വണ്ടി വേണം, ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സർക്കാർ പദ്ധതികളുണ്ട്. പക്ഷേ വാഹനം എത്താത്തത് കാരണം ഒരു ഊരിലെ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്ന സ്ഥിതി. നിലമ്പൂരിലെ ചോക്കാട് പഞ്ചായത്തിൽ ചീങ്കക്കല്ല് ഊരിലാണ് ഞാനുള്ളത്. ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓൽക്ക് ഓട്ടോറിക്ഷ വേണം. പിന്നെ ഞങ്ങളിവിടെ ആകെ 2 പേര് പോകുന്നുള്ളൂ. ഓൽക്കും പോകാൻ പൂതിയുണ്ട് കലാമ സ്കൂൾക്ക്. അപ്പോൾ ബസ്സിൽ പോകാൻ പറ്റൂല, അവർക്ക് വേറെ ഓട്ടോറിക്ഷ വേണം. എൻ്റെ കൂടെ ഉള്ളത് അഞ്ജു. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേച്ചിയുടെ കൂടെ എന്നും രാവിലെ 4 കിലോമീറ്ററോളം നടന്നാണ് ഇവർ സ്കൂളിലേക്ക് പോവാറ്. തിരിച്ചും നടന്ന് തന്നെയാണ് വരാറുള്ളത്. അഞ്ജുവായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നടക്കാൻ വിഷമമില്ല, പക്ഷേ കൂട്ടുകാരൊക്കെ ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് വരാൻ മടി കാണിക്കുന്നുണ്ട് അല്ലേ അഞ്ജു? മടിയാണ് അവർക്ക് അല്ലേ? അവര് സ്കൂളിലേക്ക് വരണം അല്ലേ? ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് പോയി വരാം അല്ലേ? പക്ഷെ വണ്ടിയില്ല. ചിങ്കക്കല്ലിൽ ഏകദേശം 10ൽ കൂടുതൽ കുട്ടികളുണ്ട്. പക്ഷേ 2 പേർ മാത്രമാണ് നിത്യേന സ്കൂളിലേക്ക് പോകുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ചെറിയ കുട്ടികളാണ്, കിലോമീറ്ററുകളോളം നടക്കേണ്ട പ്രയാസമുണ്ട്. അതുകൊണ്ട് 2 വർഷം മുമ്പേ പഠിത്തം നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടി വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ 3 ദിവസം ഞങ്ങളെ വിട്ടാൽ ഞങ്ങൾ പൈസ കൊടുത്തു. അതിൽ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തി. അങ്ങനെ 3 ദിവസം കുട്ടികൾ കൊണ്ടുപോയി. പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ പോയിട്ടില്ല. എത്ര ദൂരം നടക്കണം? ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ടാവും. ഞങ്ങളെ ആവശ്യം ഒരു വണ്ടി വേണം, ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഇവിടെ. ഇങ്ങോട്ടേക്ക് വീട്ടില് പഞ്ചായത്താണോ ഏർപ്പാടാക്കിയത്? പഞ്ചായത്തിൽ ITDP പിന്നെ സ്കൂളിലെ HM അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓട്ടോറിക്ഷ ഇറക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഇവർക്ക് രാവിലെയും വൈകിട്ടും കുട്ടികളെ കൊണ്ടുപോകും ചെയ്യും, ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്യുമായിരുന്നു. 2 വർഷം മുൻപ് മുടങ്ങിയത് എങ്ങനെയാ? മുടങ്ങാൻ കാരണം എന്താ, ഓട്ടോറിക്ഷക്കാർക്ക് ഫണ്ട് ലഭിക്കണില്ല പറഞ്ഞിട്ടാണ് അവര് ഇതിന് ഇറങ്ങാൻ തയ്യാറാവാത്തത്. ഈ പ്രാവശ്യം എന്നാണ് വണ്ടി ആദ്യമായിട്ട് വന്നത്? ജൂൺ മാസം സ്കൂൾ തുറന്നെന്ന് പ്രവേശനോത്സവല്ലേ, അപ്പൊ അതിന് മാത്രം കുട്ടികളെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വന്നു. അവരെ കൊണ്ടുപോയി. പിന്നെ പ്രവേശനോത്സവത്തിന് എല്ലാരും പങ്കെടുത്തു. പിന്നെ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. വണ്ടി വിട്ടിരുന്നോ? വണ്ടി വിട്ടിരുന്നില്ല. ഇല്ലല്ലേ? രാവിലെ ഒരുങ്ങിയിരിക്കും. ഇങ്ങനെ ടീച്ചർമാർ വണ്ടി വരൂട്ടോ പറഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കും. പക്ഷെ ഓട്ടോറിക്ഷ ഇല്ല. അതായത് പഠനം മുടങ്ങി വീട്ടിലിരിക്കല്ലേ അവര്. ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അവർ പോകാൻ തയ്യാറാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകുകയൊക്കെ ചെയ്യും മക്കൾ. പക്ഷെ വാഹനമില്ല. അതിനുള്ള ഫണ്ട് ഉണ്ടല്ലോ, സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടല്ലോ. പക്ഷെ അത് അനുവദിക്കുന്നില്ല. അനുവദിച്ചാലല്ലേ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പഠനം മുടങ്ങി. ഇപ്പൊ എന്താ വെച്ചാല് എഴുതാനും വായിക്കാനും അറിയാത്ത പോലെ ഇപ്പൊ വീട്ടിലിരിക്കാണ് അവര്. സ്കൂൾക്കും പോവില്ല. വലിയ വിഷമാണ്. രക്ഷിതാക്കളായ നിങ്ങൾക്കും വിഷമാണ് അല്ലേ? കറണ്ടില്ലാത്ത വീടുണ്ട്. അപ്പൊ ആ കറണ്ടും കൂടി അത് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. പിന്നെ പഠിക്കാനുള്ള മേശ, കസാല ഇങ്ങനെ വെച്ച് എഴുതാനുള്ള അങ്ങനത്തെ സംവിധാനം കൂടി ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഉപകാരമായി. 2ാം ക്ലാസ്സുകാരൻ സനൂപിന്റെ വീടാണ് എനിക്ക് പുറകിൽ കാണുന്നത്. വെളിച്ചമില്ല, പഠിക്കുന്നത് മെഴുകുതിരി വെട്ടത്തിലാണ്. നമ്മുടെ കുട്ടികളുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ സർക്കാരെ എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കാനുള്ള ചോദ്യം. ഷഫീഖ് ഒർലായ്ക്കൊപ്പം
വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.